Good morning, dear children. Today onwards, we are going to start our third term portions. Today, subject mathematics. Let's start our class. We are going to discuss our 12th chapter, measurement of time. ഇന്ന് മുതൽ നമ്മൾ തേർഡ് ടൈമിലെ ചാപ്റ്റേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. അതിലേക്കായി ആദ്യം നമുക്ക് 12th ചാപ്റ്റർ മെഷർമെൻറ്റ് ഓഫ് ടൈം നോക്കാം. ബിഫോർ എൻറ്ററിങ് ദിസ് ചാപ്റ്റർ, let us revise some points we have discussed in previous classes. First, we know that 60 seconds is 1 minute. 60 minutes is 1 hour. 24 hours make 1 day. 7 days make 1 week. 1 weekil എത്ര ഡേയ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര ഡേയ്സ് ഉണ്ടെന്ന് പറയും? 7 days. 1 ഡേയിൽ എത്ര അവേഴ്സ്, എത്ര മണിക്കൂറുണ്ടെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയാം? 24 hours. 1 hour, ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ്സ് ഉണ്ട്? 60 minutes. 1 മിനിറ്റിൽ 60 seconds ഉണ്ട്. നെക്സ്റ്റ്, 52 weeks plus 1 day is 1 year. ഒരു വർഷത്തിൽ 52 വീക്സ്, 52 വീക്സും 1 ഡേയും കൂടി ഉണ്ട്. ദാറ്റ് മീൻസ് 365 ഡേയ്സ് ചേരുമ്പോഴാണ് 1 ഇയർ ആവുന്നത്. 52 വീക്സ് പ്ലസ് 2 ഡേയ്സ് ബിക്കം 1 ലീപ്പ് ഇയർ. ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ ഫെബ്രുവരിയിൽ 1 ഡേ കൂടി വരും. അപ്പോൾ 52 weeks plus 2 days is 1 leap year. That means 366 days make 1 leap year. 10 years is 1 decade. 10 വർഷം ചേരുമ്പോൾ അതിനെ ഒരു ഡീക്കേഡ് എന്ന് പറയാം. 1 decade എന്ന് പറയാം. 100 years ചേരുമ്പോൾ 1 century എന്ന് പറയുന്നു. അപ്പോൾ 100 ഇയേഴ്സിനെ 1 സെഞ്ച്വറി എന്ന് പറയുന്നത്. ക്രിക്കറ്റിൽ 100 റൺസ് തേക്കുമ്പോഴല്ലേ ഒരു സെഞ്ച്വറി എടുത്തു എന്ന് പറയുന്നത്. അതുപോലെ 100 ഇയേഴ്സ് ചേരുന്നതിനെയാണ് 1 സെഞ്ച്വറി എന്ന് പറയുന്നത്. നമ്മൾ നോക്കിയേ, 60 seconds 1 minute, 60 minutes 1 hour, 24 hours 1 day, 7 days 1 week, 52 weeks 1 day, 52 weeks plus 1 day is 1 year, means 365 days. 52 weeks plus 2 days is 1 leap year, 366 days. 10 years is 1 decade. 100 years is 1 century. Clear ആയോ? നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. A year is divided into 12 months. ഒരു വർഷത്തിൽ എത്ര മന്ത്സ് ഉണ്ട്? 1 ഇയറിൽ 12 മന്ത്സ് ഉണ്ട്. ഏതൊക്കെയാണത്? ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ. ഓക്കെ, ഓരോ മന്തിലും എത്ര ഡേയ്സ് വീതം ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാലും ഒന്ന് റിവൈസ് ചെയ്താലോ? ഓക്കെ, ഫസ്റ്റ് ജാനുവരി ഹാസ് 31 days, ഫെബ്രുവരി 28 days, ലീപ്പ് ഇയർ ആവുമ്പോൾ 29, മാർച്ച് 31 days, ഏപ്രിൽ 30 days, മെയ് 31 days, ജൂൺ 30 days, ജൂലൈ 31 days, ഓഗസ്റ്റ് 31 days, സെപ്റ്റംബർ 30 days, ഒക്ടോബർ 31 days, നവംബർ 30 days, ഡിസംബർ 31 days. അപ്പോൾ ജാനുവരിയിൽ 31, ഫെബ്രുവരി 28 or 29, മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31. അപ്പോൾ 30 ആണോ 31 ആണോ എന്നുള്ളത് വേഗം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് അതിൻ്റെ മുട്ടുകൾ വെച്ച് നമുക്ക് കൗണ്ട് ചെയ്യാവുന്നതാണ്.
അല്ല ഉയർന്ന ഭാഗത്ത് വരുന്ന മന്ത്സിനെല്ലാം 31 ഡേയ്സും താഴ്ന്ന കുഴിഞ്ഞ ഭാഗത്ത് വരുന്ന മന്ത്സിനൊക്കെ 30 ഡേയ്സും ആയിരിക്കും വരുന്നത്. ഫെബ്രുവരിക്ക് മാത്രം 28 അല്ലെങ്കിൽ 29. ബാക്കി താഴ്ന്ന ഭാഗത്ത് വരുന്ന എല്ലാ മന്ത്സിനും 30 ഡേയ്സ് ആയിരിക്കും. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, അറിയാലോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ റീഡിങ് ടൈം ഫ്രം ക്ലോക്കാണ് പഠിക്കാൻ പോകുന്നത്. ക്ലോക്ക് ഉപയോഗിച്ചിട്ട് സമയം നോക്കാൻ എല്ലാവർക്കും അറിയാവോ? കുറച്ച് പേർക്കൊക്കെ അറിയാം അല്ലേ. ഡയൽ ഓഫ് ദ ക്ലോക്ക് ഈസ് ഡിവൈഡഡ് ഇൻടു 60 ഈവൻലി സ്പേസ്ഡ് ഡിവിഷൻസ്. ക്ലോക്കിൻ്റെ സമയം കാണിക്കുന്ന ഭാഗത്തിനെയാണ് ഡയൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോക്കിൻ്റെ ഡയലിനെ 60 ഈക്വൽ സ്പേസസ് ഡിവിഷനായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ടൈം പറയുന്നത്. അപ്പോൾ ടൈം എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, ഈ പിക്ചറിൽ ക്ലോക്കിൻ്റെ ഡയലിനെ 60 സ്പേസസ് ആയിട്ട് ഡിവിഷൻസ് തിരിച്ചിരിക്കുന്നത് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 12 മുതൽ 1 വരെ 5 ഡിവിഷൻസാണ്. വീണ്ടും 12 മുതൽ 2 വരെ 10 ഡിവിഷൻസ് ഉണ്ട്. 3 വരെ ആകുമ്പോൾ 15 ഡിവിഷൻസ്, 4 വരെ ആകുമ്പോൾ 20 ഡിവിഷൻസ്, 25, 30, 35, 40, 45, 50, 55, 60 അങ്ങനെയാണ് 60 ഡിവിഷൻസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആ ഡിവിഷൻസ് വെച്ചാണ് നമ്മൾ മിനിറ്റ് പറയുന്നത്. അപ്പോൾ ക്ലോക്കിൽ 2 ഹാൻഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും വെച്ചിട്ടാണ് നമ്മൾ ടൈം പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലോക്കിൽ 1-2 ടൈം നോക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ടൈം കണ്ടുപിടിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അത് വെച്ചിട്ട് നമുക്ക് സമയം നോക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനു മുൻപേ മിനിറ്റ് ഹാൻഡ് 1-ലായിരിക്കുമ്പോൾ നമ്മൾ 5 മിനിറ്റ് എന്നാണ് പറയുന്നത്. മിനിറ്റ് ഹാൻഡ് 2-ലായിരിക്കുമ്പോൾ 10 മിനിറ്റ്സ് ആയി എന്ന് പറയും. അതുപോലെ മിനിറ്റ് ഹാൻഡ് 3-ലെത്തുമ്പോൾ 15 മിനിറ്റ്സ് ആയി എന്നാണ് പറയുന്നത്. മിനിറ്റ് ഹാൻഡ് 4-ലെത്തുമ്പോൾ 20, 5-ൽ 25, 6-ലെത്തുമ്പോൾ 30, 7-ലെത്തുമ്പോൾ 35, 8-ലെത്തുമ്പോൾ 40, 9-ലെത്തുമ്പോൾ 45 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ 12-ലാവുമ്പോൾ മാത്രം 60 മിനിറ്റ് എന്ന് പറയില്ല. അതിന് പകരം മിനിറ്റ് ഹാൻഡ് 12-ലായിരിക്കുമ്പോൾ അവർ ഹാൻഡ് ഏത് നമ്പറിലാണോ അത്രയും സമയമായി എന്ന് പറയുന്നു. അവർ ഹാൻഡ് 10-ലും മിനിറ്റ് ഹാൻഡ് 12-ലും ആണെങ്കിൽ 10 o'clock എന്ന് പറയും. അപ്പോൾ മിനിറ്റ് ഹാൻഡ് 12-ലായിരിക്കുമ്പോൾ അവർ ഹാൻഡ് 3-ലാണെങ്കിൽ 3 o'clock എന്ന് പറയും. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ക്ലോക്കിൽ 10:30 ആണ്. 10-നും 11-നും ഇടയ്ക്കാണ് അവർ ഹാൻഡ്. അപ്പോൾ 2 നമ്പറിന് ഇടയ്ക്ക് വരുമ്പോൾ അതിലെ ചെറിയ നമ്പറായിരിക്കും നമ്മൾ ആദ്യം എടുക്കുക. അപ്പോൾ 10-നും 12-നും ഇടയ്ക്ക് വന്നതുകൊണ്ട് 10 എടുക്കുന്നു. അപ്പോൾ 10 hours ആൻഡ് മിനിറ്റ് ഹാൻഡ് 60-ലാണ്. 60-ലെത്തുമ്പോൾ 30 മിനിറ്റ്സ് ആണ്. അപ്പോൾ 10 hours ആൻഡ് 30 മിനിറ്റ്സ് ആയി. ഇനി ഈ 2 നമ്പറിന് ഇടയ്ക്ക് 4 കുഞ്ഞു ലൈൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 1-ലെ 5 മുതൽ കൗണ്ട് ചെയ്ത് നോക്കിയാൽ 5 കഴിഞ്ഞ് ഫസ്റ്റ് ലൈൻ 6, 7, 8, 9, 2-ലെത്തുമ്പോൾ 10 ആയില്ലേ. അപ്പോൾ കറക്റ്റ് അല്ലേ. 5-നും 10-നും ഇടയ്ക്കുള്ള നമ്പേഴ്സ് അവിടെ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞു ലൈൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഇടയ്ക്കാണ് ഈ മിനിറ്റ് ഹാൻഡ് ചെന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ലൈൻസ് കൗണ്ട് ചെയ്ത് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ടെക്സ്റ്റിലെ എക്സാമ്പിൾസാണ്. ടെക്സ്റ്റ് നോക്കിയാലും മതി. ഫസ്റ്റ് ക്ലോക്ക് നോക്കിയേ. ഇതിൽ ടൈം നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് അവർ ഹാൻഡ് എവിടെയാ? ബിറ്റ്വീൻ 2 and 3. 2-നും 3-ക്കും ഇടയ്ക്കാണ് അവർ ഹാൻഡ്. നമ്മൾ പറഞ്ഞു 2 നമ്പറിന് ഇടയ്ക്കാണ് അവർ ഹാൻഡ് ഇരിക്കുന്നതെങ്കിൽ അതിലെ ചെറിയ നമ്പറായിരിക്കും നമ്മൾ എടുക്കുക എന്ന്. ഇപ്പോൾ 2-നും 3-ക്കും ഇടയ്ക്ക് വന്നതുകൊണ്ട് നമുക്ക് 2 o'clock ആണെന്ന് പറയാം. 2 hours. അത് കഴിഞ്ഞിട്ട് മിനിറ്റ് ഹാൻഡ് എവിടെയാണെന്ന് നോക്കണം. ഇവിടെ മിനിറ്റ് ഹാൻഡ് 6 കഴിഞ്ഞ് 3-ാമത്തെ കുഞ്ഞ് ലൈനിന് മുകളിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിന് പ്രകാരം 6-ലാണെങ്കിൽ നമ്മൾ 30 മിനിറ്റ്സ് ആയെന്ന് പറയും. അപ്പോൾ അതിന് മുന്നേ ഓർക്കേണ്ടത് നമ്മുടെ ക്ലോക്കിലെ നമ്പേഴ്സിന് നേരെയാണ് മിനിറ്റ് ഹാൻഡ് ഇരിക്കുന്നതെങ്കിൽ അത് 5-ൻ്റെ ടേബിൾ ഫോളോ ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. ഓക്കെ, അപ്പോൾ 6-ലാണെങ്കിൽ 6, 5, 30 മിനിറ്റ്സ്. മിനിറ്റ് ഹാൻഡ് 6-ലാണെങ്കിൽ 6, 5, 30, 6
5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത്രയും 6 by 30. പക്ഷേ ഇവിടെ 6 കഴിഞ്ഞിട്ട് 3 ലൈൻ കൂടി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലൈനിലാണ് നിൽക്കുന്നത്. അപ്പോൾ 6-ലാണെങ്കിൽ 30, ഇത് 31, 32, 33. ഇപ്പോൾ എത്ര മിനിറ്റ് ഉണ്ട്? 33. 2 o'clock കഴിഞ്ഞ് 33 minutes ആയി. അപ്പോൾ നമുക്ക് എഴുതാം 2 hours 33 minutes. ഷോർട്ടാക്കി എഴുതുമ്പോൾ 2 എഴുതിയിട്ട് 2 കുത്തു കൊടുക്കുന്നു. അതിനെ കോളൻ എന്ന് പറയും. 2:3 3:33. 2 hours 33 minutes. ക്ലിയർ ആയോ? നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. ഈ ക്ലോക്കിൽ അവർ ഹാൻഡ് എവിടെയാ? നേരത്തെ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ 2-നും 3-ക്കും ഇടയ്ക്കാം. അപ്പോൾ 2 എടുക്കുക. 2 hours. ഇനി മിനിറ്റ് എവിടെയാ? മിനിറ്റ് ഹാൻഡ് എവിടെയാ? 9-നും 10-നും ഇടയ്ക്ക്. 9 കഴിഞ്ഞ് മൂന്നാമത്തെ ലൈനിലാണ്. അപ്പോൾ 9 ആവുമ്പോൾ എത്ര മിനിറ്റ് ആവും? 9 5 45. അല്ലെങ്കിൽ 1 മുതൽ എണ്ണി വരാം. 5 10 15 20 25 30 35 40 45 കഴിഞ്ഞ് 46 47 48 നേരെയാണ് മിനിറ്റ് ഹാൻഡ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 2 hours and 48 minutes. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അവിടെ മിനിറ്റ് ഹാൻഡ് അവർ ഹാൻഡും കൂടെ ഒരേ പൊസിഷനിലാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് അവർ ഹാൻഡിൻ്റെ കാര്യം നോക്കാം. അവർ ഹാൻഡ് 2-നും 3-ക്കും ഇടയ്ക്കാണ്. അപ്പോൾ 2 ആണ്. നമ്മൾ 2 നമ്പറിന് ഇടയ്ക്കാവുമ്പോൾ ചെറിയ നമ്പറാണ് എടുക്കുക എന്നാണ് പറഞ്ഞത്. 2 എടുത്തു. 2 hours എന്ന് എഴുതി. നെക്സ്റ്റ് മിനിറ്റ് നോക്കണ്ടേ? മിനിറ്റ് ഹാൻഡും 2-നും 3-ക്കും ഇടയ്ക്കാണ്. 2 കഴിഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞു ലൈനിന് നേരെയാണ്. അപ്പോൾ എന്ത് വരും? 1-ലാവുമ്പോൾ 5, 2-ലാവുമ്പോൾ 10, അത് കഴിഞ്ഞ് 11 12 minutes. 2 hours 12 minutes എന്നാണ് ഈ ക്ലോക്കിലെ ടൈം. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്ലോക്ക് നോക്കിയേ. ഇവിടെയും അവർ ഹാൻഡ് 2-നും 3-ക്കും ഇടയ്ക്കാണ്. അവർ ഹാൻഡ് ഏതാ? നീളം കുറഞ്ഞതാണ് അവർ ഹാൻഡ്. അവർ ഹാൻഡ് എവിടെയാ? 2-നും 3-ക്കും ഇടയ്ക്ക്. അപ്പോൾ 2 hours എന്ന് എഴുതുക ആദ്യം. അത് കഴിഞ്ഞിട്ട് മിനിറ്റ് ഹാൻഡ് എവിടെയാണെന്ന് നോക്കാം. മിനിറ്റ് ഹാൻഡ് 1 കഴിഞ്ഞ് ഫസ്റ്റ് ലൈനിന് നേരെയാണ്. അപ്പോൾ 1-ലാണെങ്കിൽ 5, അത് കഴിഞ്ഞുള്ള ആദ്യത്തെ ലൈനാകുമ്പോൾ 6. അപ്പോൾ 6 minutes. 2 hours 6 minutes is the time of this clock. നെക്സ്റ്റ് ക്ലോക്ക് നോക്കിയേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിളിലും അവർ ഹാൻഡ് 2-നും 3-ക്കും ഇടയ്ക്കാണ്. അവർ ഹാൻഡ് മണിക്കൂർ സൂചി, ചെറിയ സൂചി എവിടെയാണ്? 2-നും 3-ക്കും ഇടയ്ക്കാവുമ്പോൾ 2 മണി കഴിഞ്ഞു. 2 മണി. അപ്പോൾ 2 hours എന്ന് എഴുതും. അത് കഴിഞ്ഞിട്ട് ഷോർട്ട് ഫോമിൽ എഴുതുകയാണെങ്കിൽ 2 എഴുതിയിട്ട് 2 കുത്ത്, അതായത് കോളൻ എഴുതുന്നു. അത് കഴിഞ്ഞ് മിനിറ്റ് ഹാൻഡ് എവിടെയാണെന്ന് നോക്കി. 4 കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലൈനിലാണ്. അപ്പോൾ 4 കഴിഞ്ഞാണ്. അപ്പോൾ 4-ലായിരുന്നു എങ്കിൽ 4 5 20 minutes ആവുമായിരുന്നു. അപ്പോൾ 20 കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ലൈൻ 21, സെക്കൻഡ് ലൈൻ 22. അപ്പോൾ നമുക്ക് പറയാം 22 minutes ആയി. അതായത് 2 hours 22 minutes ആണ് ഈ ക്ലോക്കിലെ ടൈം. മനസ്സിലായോ? എത്ര ടൈം? 2 hours 22 minutes. നെക്സ്റ്റ് ക്ലോക്ക് നോക്കിയേ. അവിടെയും അവർ ഹാൻഡ് 2-നും 3-ക്കും ഇടയ്ക്കാണ്. അപ്പോൾ 2 hours ആദ്യം എഴുതുന്നു. അത് കഴിഞ്ഞ് 6 കഴിഞ്ഞ് നാലാമത്തെ 6 കഴിഞ്ഞ് 4th കുഞ്ഞ് ലൈനിന് നേരെയാണ് മിനിറ്റ് ഹാൻഡ് നിൽക്കുന്നത്. അപ്പോൾ എന്താ? 6-ലായിരുന്നെങ്കിൽ 30, അത് കഴിഞ്ഞ് 31, 32. 6-ലാവുമ്പോൾ എങ്ങനെയാണ് 30 ആവുന്നത്? 1 മുതൽ കൗണ്ട് ചെയ്ത് വന്നാലും മതി. 1-ലായിരുന്നെങ്കിൽ 5, 2 10, 3 15, 4 20, 25, 6-ലാവുമ്പോൾ 30. ഇത് 31, 32, 33. കുഞ്ഞ് ലൈൻ 1 2 3 എണ്ണുക. അപ്പോൾ 34 minutes ആയി. 2 hours 34 minutes ആണ് ഈ ക്ലോക്കിലെ ടൈം. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയാണ് ക്ലോക്കിലെ ടൈം നോക്കുന്നത്. കൂടുതൽ ക്ലോക്ക് വരച്ച് ടൈം കണ്ടെത്തി എഴുതുക. എന്നാലേ കുറച്ച് പെട്ടെന്ന് സമയം കണ്ടുപിടിക്കാനായിട്ട് പഠിക്കുള്ളൂ. നെക്സ്റ്റ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഹോംവർക്ക് തന്നെ ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് തന്നെ എഴുതിയാൽ മതി. ആൻസർ നോട്ട്ബുക്കിൽ ഒരു ക്ലോക്ക് മാത്രം എക്സാമ്പിളായിട്ട് വരച്ച് നീറ്റായിട്ട് വരച്ച് അവർ ഹാൻഡ് മിനിറ്റ് ഹാൻഡൊക്കെ വരച്ച് ടൈം കറക്റ്റാക്കി എഴുതുക. അത് കഴിഞ്ഞിട്ട് എക്സസൈസ് 43-ലെ ഈ ക്ലോക്കിലെല്ലാം ടൈം കറക്റ്റായിട്ട് കോളത്തിൽ എഴുതുക. അത് കഴിഞ്ഞ് സെക്കൻഡ് ടൈം തന്നിട്ടുണ്ട്, അതിനനുസരിച്ച്
മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും വരയ്ക്കുക. വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവർ ഹാൻഡിന് നീളം കുറവാണ്, മിനിറ്റ് ഹാൻഡിനാണ് നീളം കൂടുതൽ. അത് നീളം രണ്ടും സെയിം ലെങ്ത്തിൽ വരച്ച് വെക്കരുത്. സ്കെയിൽ ഉപയോഗിച്ച് നീറ്റായിട്ട് നീളം കൂട്ടിയും കുറച്ചും കറക്റ്റാക്കി വരയ്ക്കാൻ നോക്കുക. ക്ലിയറായോ? ഓക്കെ, ഹാവ് എ നൈസ് ഡേ. സീ യു അറ്റ് നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.